ഹലോ കേസ് ഞങ്ങൾ അയ്യമ്പള് കാണാൻ കണിയാമ്പറ്റ എത്തിയിട്ടോ. കണിയാമ്പറ്റ എന്താ വരവ് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇറങ്ങുന്ന സമയം കറക്റ്റാട്ടോ. അങ്ങ് അയ്യപ്പനുണ്ട് പുലിപ്പുറത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ചെക്കന്മാർ, അടിപൊളി ചണ്ടക്കൊട്ടാട്ടോ. അടിപൊളി ഭയങ്കര ഗംഭീരമായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തോന്നെ പെൺകുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചെറിയ മക്കൾ നല്ല അടിപൊളിയായി തകർത്ത് ആഘോഷിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് അവർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് നിൽക്കുമ്പോൾ അതാ വേറൊരു ടീമിൻ്റെ ചെണ്ടക്കൊട്ട് കേട്ടോ. നല്ല അടിപൊളി ചെണ്ടക്കൊട്ട് റോഡ് സൈഡിൽ നിന്ന് വട്ടമിട്ടിട്ട് നല്ല റോഡ് സൈഡിൽ നിന്നുള്ള കളിയാട്ടോ. നല്ല ഗംഭീരമായൊരു ചെണ്ടക്കൊട്ടിൽ തന്നെ നല്ല പ്രകടനമായിരുന്നു കേട്ടോ കാണാനൊക്കെ. അത് കഴിഞ്ഞിട്ട് അവർ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴിയിലേക്ക് കേട്ടോ. അവിടുന്ന് തോനെ പിള്ളേർ അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ റോട്ടിൽ നല്ല സംഭവങ്ങളാട്ടോ കാണുന്നത്. ഗതാഗതമൊക്കെ തടസ്സപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ശ്രുതിയും വാവും കണ്ടനും കൂടി ഇത് അമ്പലത്തിലേക്ക് ഓടി പോകട്ടോ. അവിടെ പരിപാടി തുടങ്ങി വന്നിട്ട് അങ്ങനെ ഉള്ളിൽ ചണ്ടക്കൊട്ട് എടുത്തിട്ട് വാവുമ്പോൾ ഒരേ ഡാൻസ് ആട്ടോ. ഒരുപാട് ഭയങ്കര എനർജറ്റിക് കേട്ടോ. അങ്ങനെ ആ ക്ഷീണത്തിൽ ഇതാ വാവുമ്പോൾ പോയിട്ട് ഒരു പൈനാപ്പിളും കുറച്ച് കടലൊക്കെ വാങ്ങി കഴിച്ചു കിട്ടോ. അങ്ങനെ വാവുമ്പോൾ ഈ പണിയൊക്കെ എടുക്കുന്നത് നല്ല ചേട്ടൻ നല്ല അടിപൊളി ഡാൻസൊക്കെ കളിക്കുന്നുണ്ടോ. നല്ല വൈബിലാണ്. ഞങ്ങളുടെ ഉത്സവം എന്നൊക്കെ പറയുന്നല്ലേ. അങ്ങനെ വാഗുമ്പോൾ ആകെ ക്ഷീണിച്ച് ഇതാ ഞങ്ങൾ അമ്പലത്തിൽ കയറി ചോറൊക്കെ വാങ്ങിയിട്ട് കഴിക്കുക കേട്ടോ. ഞാനും കണ്ണനും വാഗുമ്പോളൊക്കെ ഉണ്ട്. അങ്ങനെ അതാ പിന്നെ ഗാനമേള തുടങ്ങാനുള്ള പരിപാടി കേട്ടോ. ഗാനമേളൊക്കെ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഗാനമേള കാണാനുള്ള പരിപാടി. സ്വാമി ശരണം സ്വാമി ശരണം സ്വാമി ശരണമയ്യപ്പ ശബരിമലയിൽ ശരണമലയിൽ അഭയമയ്യ. കാഴ്ചകൾ കാണാൻ നല്ല ജിരിമിലൊക്കെ ചേട്ടന്മാരൊക്കെ ഉണ്ട് അവിടെ. ജിരിയൊക്കെ കൊണ്ട് അടുക്കിങ്ങനെ വെച്ചിട്ടുണ്ട്. മഞ്ഞ ജിരിയും നമ്മളെ ചങ്ക് പോലുള്ള അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കുന്നത്. തകർത്ത ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ പൊളിയാണല്ലോ പണ്ട്. വയനാട്ടിൽ ചേർന്ന മക്കളുടെ